നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ സ്വാധീനിക്കും. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു തരുന്ന ചില സന്തോഷങ്ങളോ സമാധാനങ്ങളോ ഉണ്ടെങ്കിൽ അത് മനുഷ്യരെ സ്വാധീനിക്കും. നമ്മുടെ പണമൊന്നും അല്ല പ്രിയരെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത്. കുറെ പണമുണ്ട്, പക്ഷേ പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കുകയില്ല. പണമുണ്ട്, സാധുക്കളെ കാണുമ്പോൾ പുച്ഛമാണ്. അങ്ങനെയുള്ളവരെയൊന്നും മനുഷ്യരും ആദരിക്കുകയില്ല, ദൈവവും ആദരിക്കുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ താങ്ങും, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവരിക്കും. പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ദുഃഖം ഫീൽ ചെയ്യുന്നുണ്ടോ? അതോ മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ അത് അങ്ങനെയല്ല, ഇത് ഇച്ചിരി കൂടുതൽ അവന് വരേണ്ടതായിരുന്നു, അവൻ്റെ കയ്യിലിരിപ്പതാണ്, അവൻ അല്ലേലും അത് ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു കാഠിന്യമേറിയ മനോഭാവമാണോ നമുക്ക്? അതോ നാം ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുന്നവരാണോ? ടു പെയിൻ വിത്ത് ദ പെയിൻ ഓഫ് ദ പെയിൻ. ദുഃഖിക്കുന്നവരോടുകൂടി അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ദുഃഖിക്കുക. അതുപോലെ തന്നെയാണ് സന്തോഷവും. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുക. അത് ക്രിസ്തുവിൻ്റെ ഭാവമാണ്.